ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കപ്പലിന്റെ കഥയാണ്. പൊസൈഡൻ എന്നാണ് ഈ കപ്പലിന്റെ പേര്. വളരെ വലിയ ഒരു ആഡംബര കപ്പലാണത്. അതിന്റെ യാത്രയിൽ ഒരു വലിയ സുനാമി ആ കപ്പലിനെ മറച്ചിടുകയാണ്. അതിനുശേഷം എങ്ങനെയാണ് അതിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഒരു അത്യാഡംബര കപ്പലായ പൊസിഡിയോൺ അറ്റ്ലാന്റിക്കിലൂടെയുള്ള അതിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരമ്പുന്ന തിരമാലകളെ കീറിമുറിച്ചിട്ടുള്ള അതിന്റെ ആ യാത്ര ആസ്വദിച്ചുകൊണ്ട് നിരവധി പേർ കപ്പലിന്റെ മുകളിലത്തെ ഡെക്കിൽ നിൽക്കുന്നുണ്ട്. ഈ സമയം തന്നെ പതിവായിട്ടുള്ള തന്റെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ചിത്രത്തിലെ നായകൻ. ഡൈലാൻ എന്നാണ് അവന്റെ പേര്. അവൻ ഇങ്ങനെ കപ്പലിന് ചുറ്റുമായിട്ടുള്ള തന്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറെ ഓടി ആ കപ്പലിന്റെ മുകളിലെത്തുമ്പോൾ വിദൂരമായ ആ കടലിന്റെ ഭംഗിയും കണ്ടുകൊണ്ട് കുറച്ചു സമയം അവൻ അവിടെ റെസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ കപ്പലിനകത്തെ ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുകയാണ് ജെന്നിഫറും ക്രിസും. അവർ രണ്ടുപേരും പ്രണയത്തിലാണ്. മുൻ മേയറായ റോബർട്ടിന്റെ മകളാണ് ജെന്നിഫർ. അവരുടെ പ്രണയത്തെക്കുറിച്ച് ഇതുവരെ അവൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നമ്മൾ ഈ കാര്യം അച്ഛനോട് പറയാൻ പോകുന്നത് എന്നൊക്കെ ക്രിസ് അവളോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് റോബർട്ട് അങ്ങോട്ട് വരുന്നത്. തന്റെ മകൾ മറ്റൊരാളുമായിട്ട് തൊട്ടുരുമിയിരിക്കുന്നൊക്കെ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല. അത് ചെയ്യാനാണെങ്കിൽ ഈ കപ്പലിൽ വേറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ പറഞ്ഞതിന് ശേഷം ജെന്നിഫർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ പോയതുകൊണ്ട് ക്രിസ് ഇപ്പോൾ അയാളുടെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം തന്നെ കപ്പലിലെ കിച്ചൺ ലക്ഷ്യമാക്കി നടക്കുകയാണ് എലീന എന്നൊരു പെൺകുട്ടി. ആ കിച്ചണിലെ ഒരു സ്റ്റാഫിന്റെ സഹായത്തോടെ ഇല്ലീഗൽ ആയിട്ടാണ് അവൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ അവനെ കണ്ടെത്തിയേ മതിയാവും. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ആ കിച്ചൺ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ജോഗിങ് കഴിഞ്ഞ് ഡയലാൻ അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ അവൾ അവനോട് കിച്ചൺ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ പാസഞ്ചേഴ്സ് ആരും കിച്ചൺ സൈഡിലോട്ട് പോവാത്തത് കൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ അവന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ അവൾ ഇല്ലീഗൽ ആയിട്ടാണ് ആ കപ്പലിലേക്ക് കയറിയിരിക്കുന്നത് എന്ന് അവനും മനസ്സിലായി. അവൻ വേഗം ആ കിച്ചണിലോട്ടുള്ള വഴി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഇന്ന് ന്യൂ ഇയർ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ കപ്പലിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കപ്പലിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ കപ്പലിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ കപ്പാസിറ്റിയെ കുറിച്ചൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയത്തുള്ള അയാളുടെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ബാക്കി ആളുകളെല്ലാം അവിടുത്തെ ഡാൻസും മറ്റുമെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കപ്പിൾസ് അവിടെ നിന്ന് ഡാൻസും കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി. ഡൈലാൻ ഇപ്പോൾ ആ ഹാളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ചെറിയ കുട്ടി ഗെയിമും കളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. ഗെയിമിൽ നോക്കി നടക്കുന്നതുകൊണ്ട് തന്നെ അവൻ ഡൈലാനെ ചെന്ന് ഇടിക്കുന്നു. അതോടൊപ്പം ഡൈലാന്റെ കയ്യിലുണ്ടായിരുന്ന ടോക്കൺസ് എല്ലാം താഴേക്ക് വീഴുന്നു. അത് കാണുന്ന ആ കുട്ടിയും അത് എടുത്തു കൊടുക്കാൻ സഹായിക്കുന്നു. ഈ സമയത്താണ് ആ കുട്ടിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. മാഗി എന്നാണ് അവരുടെ പേര്. അവരൊരൊറ്റ നോട്ടത്തിൽ കണ്ട ഉടനെ തന്നെ ഡൈലാൻ അവരെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവരോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മാഗി അവർക്ക് ഹസ്ബൻഡ് ഇല്ല എന്നാണ് പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ ഡൈലാന് ശരിക്കും ആശ്വാസമായി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഒരു ഷാമ്പയിനൊക്കെ കുടിച്ച് താഴേക്ക് നടക്കാൻ തുടങ്ങി. ഡൈലാന്റെ സംസാരത്തിൽ മാഗിക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ സംസാരത്തിന് ശേഷം നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് മാഗി അവിടെ നിന്ന് പോകുന്നു. അത് കേൾക്കുന്ന ഡൈലാൻ ഒരു ചെറു ചിരിയോട് അവളോട് ഓക്കെ പറയുന്നു. അങ്ങനെ സമയം വൈകുന്തോറും കപ്പലിലെ ആഘോഷം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ജെന്നിഫറും ക്രിസും വളരെ സന്തോഷത്തോടെ ആ പാർട്ടിക്കിടയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് എലീൻ അങ്ങോട്ട് വരുന്നത്. അവിടെ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അവൾ. അങ്ങനെ സമയം 12 മണിയായി. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കപ്പലിനകത്തുള്ള മുഴുവൻ ആളുകളും സന്തോഷത്തോടെ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഓരോരോ ഗ്ലാസ് ഷാമ്പയിനും പൊക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ആഘോഷം നടക്കുന്നതിനിടയിൽ മുകളിലത്തെ ഡെക്കിൽ നിൽക്കാണ് നെൽസൺ എന്ന പേരിൽ ഒരാൾ. അയാൾക്ക് ചില പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിഷമിച്ചിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. ഇതേ സമയം തന്നെ കൺട്രോൾ റൂമിൽ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാം. ഈ സമയത്താണ് അവിടുത്തെ ക്യാപ്റ്റൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അയാൾ സംശയത്തോടെ വേഗം ബൈനോക്കുലർ എടുത്ത് നോക്കുന്നു. അപ്പോഴാണ് അയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരു വലിയ തിരമാല അതിങ്ങനെ ആ കപ്പലിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലും പാതി മറച്ചിട്ടാണ് ആ തിരമാല അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരമാലയുടെ വലിപ്പം ഏകദേശം എത്രയാണെന്ന് അയാൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് കപ്പൽ തിരിക്കി എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേൾക്കുന്ന സ്റ്റാഫ് വളരെ കഷ്ടപ്പെട്ട് ആ കപ്പൽ തിരിക്കാൻ തുടങ്ങി. ഈ സമയവും ഡെക്കിൽ തന്നെ നിൽക്കുകയാണ് നെൽസൺ. അയാളുടെ ആ പേഴ്സണൽ പ്രോബ്ലം മൂലം അയാൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് എടുത്ത് ചാടാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ആ തിരമാല അയാളും കാണുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അയാൾ വേഗം കപ്പലിന്റെ അകത്തേക്ക് തന്നെ ഓടുന്നു. അങ്ങനെ ആ കൂറ്റൻ തിരമാല വളരെ വേഗത്തിൽ കപ്പലിന്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇതൊന്നും അറിയാതെ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം. പെട്ടെന്നാണ് കപ്പലിൽ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും എമർജൻസി റൂമിലേക്ക് പോകണം എന്നാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ തേനീച്ചക്കൂട്ട് ഇളകുന്നത് പോലെ ആളുകളെല്ലാം എങ്ങോട്ടൊന്നില്ലാതെ ഓടാൻ തുടങ്ങി. ഈ സമയം ശക്തമായ ആ തിരമാല ആ കപ്പലിൽ ചെന്നിടിക്കുന്നു. അതിൽപ്പെട്ട് കപ്പൽ ചെരിയാൻ തുടങ്ങി. അതോടൊപ്പം
തന്നെ അതിനകത്തുള്ള ആളുകളെല്ലാം തെറിച്ചു വീഴുന്നുണ്ട്. ആളുകൾക്കൊന്നും തന്നെ എവിടെയും പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് കുറെ ആളുകൾ ഓരോ സ്ഥലത്ത് ചെന്നിടിച്ച് മരിക്കുന്നുണ്ട്. ചില ആളുകളാകട്ടെ കഷ്ടപ്പെട്ട് ഓരോന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ചില ഭാഗങ്ങളിൽ തീ പിടിക്കുന്നുമുണ്ട്. അതിൽപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വെന്തു മരിക്കുന്നു. അങ്ങനെ ആ കപ്പൽ തല കുത്തനെ മറയാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. കപ്പലിന്റെ അടിഭാഗം മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിന്റെ പുറത്തായിട്ടുള്ളത്. അങ്ങനെ കുറച്ചു സമയത്തേക്ക് ഒരു നിശബ്ദത. ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നും തന്നെ മരിച്ചിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ടത് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അവർക്കാർക്കും മരണം സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമാണ് അവർക്ക് പറ്റിയിരിക്കുന്നത്. അവരെല്ലാവരും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഈ സമയത്താണ് മാഗി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ മകനായ കോണറിനെ കാണുന്നില്ല. അവൾ നോക്കുമ്പോൾ പല ആളുകളും അവളുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയോട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഈ സമയത്താണ് ജെന്നിഫർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ക്രിസ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മുകളിലായി ഒരു ഇരുമ്പിന്റെ പില്ലറാണ് കിടക്കുന്നത്. അവർ രണ്ടുപേരും എത്ര ശ്രമിച്ചിട്ടും ആ പില്ലർ മാറ്റാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് എലീൻ അങ്ങോട്ട് വരുന്നത്. ജെന്നിഫർ അവളോട് സഹായം ചോദിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ജെന്നിഫർ ആ പില്ലർ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് ആ പില്ലർ എടുത്ത് മാറ്റാൻ സാധിക്കുന്നില്ല. ഈ സമയവും കോണറിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് മാഗി. അവൾ എവിടെയൊക്കെ തെരഞ്ഞിട്ടും അവനെ കാണുന്നില്ല. അപ്പോഴാണ് റോബർട്ട് അങ്ങോട്ട് വരുന്നത്. അയാൾ നോക്കുമ്പോൾ കോണർ അവരുടെ മുകളിലുണ്ട്. ഒരു പിയാനോയുടെ മുകളിൽ പിടിച്ചിരിക്കുകയാണ് അവൻ. അത് കാണുന്ന അയാൾ വേഗം കുറച്ച് ആളുകളെ കൂട്ടി ഒരു കർട്ടൻ വലിച്ചു പിടിക്കുന്നു. അതിനുശേഷം അവനോട് ചാടാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൻ വേഗം അതിലേക്ക് ചാടുന്നു. അങ്ങനെ അവൻ സേഫായിട്ട് താഴെ എത്തി. അത് കാണുന്ന മാഗി വളരെ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയം കപ്പലിന്റെ ക്യാപ്റ്റൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്തൊരു വലിയ തിരമാല അടിച്ചാണ് എല്ലാത്തിനും കാരണം. അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട. ആ തിരമാല ഇടിച്ച ഉടനെ തന്നെ ഇതിൽ നിന്ന് എമർജൻസി മെസ്സേജ് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റെസ്ക്യൂ ടീം ഇങ്ങോട്ട് വരുന്നതാണ് എന്നൊക്കെ അയാൾ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തിറങ്ങും? ഇതിനകത്തേക്ക് വെള്ളം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന റൂം എന്ന് പറയുന്നത് ഈ കപ്പലിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂമാണ്. ഇതൊരു എയർ ബബിള് പോലെയാണ്. ഇതാണ് ഈ കപ്പലിനെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ വാതിലുകളെല്ലാം സീലായതുകൊണ്ട് തന്നെ ഒരു ഗ്യാസും വെള്ളവും ഇതിനകത്തേക്ക് പ്രവേശിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സേഫ് ആണ്. ഞങ്ങൾ ഓഫീസേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നിങ്ങൾ ഇവിടെ തന്നെ തുടരണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ആ കപ്പലിന്റെ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഡൈലാൻ. എങ്ങനെയാണ് മുകളിലേക്ക് പോകേണ്ടത് എന്നാണ് അയാൾ നോക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ നേരെ ചെല്ലുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ്. അയാളുടെ പോക്കറ്റ് തപ്പുമ്പോൾ ഡൈലാൻ ഒരു കത്തിയും ടോർച്ചും കിട്ടുന്നു. അയാൾ അതെടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് കോണർ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതേക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുകയാണ്. അതിന് ഏറ്റവും മുകളിലേക്ക് പോകണം എന്നൊക്കെ അയാൾ പറയുന്നു. ഇതേ സമയം തന്നെ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് റോബർട്ട്. ജെന്നിഫർ ഇപ്പോൾ മുകളിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മുകളിലേക്ക് പോകേണ്ടത് എന്നൊക്കെയാണ് റോബർട്ട് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, മുകളിലേക്ക് പോകുന്ന അപകടമാണ് എന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നു. പക്ഷെ അയാൾക്ക് അയാളുടെ മകളെ കണ്ടെത്തണം എന്ന വാശിയാണ്. എങ്കിലും എത്ര പറഞ്ഞിട്ടും ക്യാപ്റ്റൻ മുകളിലേക്കുള്ള വഴി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വഴി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞതിന് ശേഷം റോബർട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഡൈലാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് മാഗി കോണറേയും കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഡൈലാൻ മുകളിലേക്ക് കയറാൻ പോവുകയാണ് എന്ന കാര്യം കോണർ മാഗിയോട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ കോണർ ചോദിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് ഡൈലാൻ പറയുന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് റോബർട്ട് അവരുടെ പുറകെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. ക്യാപ്റ്റന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ ഈ റൂമിൽ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നാണ് മാഗി പറയുന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് നെൽസൺ അങ്ങോട്ട് വരുന്നു. അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ക്യാപ്റ്റൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാനൊരു ആർക്കിടെക്ട് ആണ്. ഈ കപ്പലിന്റെ ഡിസൈൻ പ്രകാരം ഇതിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാവുന്ന രീതിയിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് ഈ കപ്പൽ മുങ്ങും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മുങ്ങി മരിക്കുകയുള്ളൂ അയാൾ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ റോബർട്ട് ഡയലോണോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മകൾ മുകളിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. നമുക്ക് അവളെയും രക്ഷിച്ച് എങ്ങനെയെങ്കിലും ഈ കപ്പലിന്റെ പുറത്തേക്ക് കടക്കാം അയാൾ പറയുന്നു. പക്ഷെ അയാൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ഡയലാൻ അതിന് സമ്മതിക്കുന്നില്ല. അത് കാണുന്ന റോബർട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള വഴി അറിയോ? റോബർട്ട് വീണ്ടും ചോദിക്കുന്നു. വഴിയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കപ്പലിനെ കുറിച്ചുള്ള ഏകദേശ ധാരണയൊക്കെ എനിക്കുണ്ട്. പോകുന്ന വഴിക്ക് ആ വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ഒരു ഷെഫ് അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ റോബർട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഞങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ വാർഷിക ശമ്പളത്തിന് 3 ഇരട്ടി ഞാൻ തരാം എന്നൊക്കെ റോബർട്ട് പറയുന്നു. അതേക്കുന്ന അയാൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു ടീമായി മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അവർ മുകളിലേക്ക് പോകുന്നത് ബാക്കിയുള്ള എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും അത് തന്നെ നോക്കി നിൽക്കാണ്. ഈ സമയം ക്യാപ്റ്റൻ അവരെ വിളിക്കുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ മുകളിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ക്യാപ്റ്റൻ മറ്റൊരു സ്റ്റാഫിനെ വിളിച്ച് മുകളിലത്തെ എല്ലാ ഡോറും സീൽ ചെയ്യാൻ പറയുന്നു. ഇതേ സമയം തന്നെ ക്രിസിന്റെ ദേഹത്ത് വീണ് കിടക്കുന്ന ആ പില്ലർ എടുത്ത് മാറ്റാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റും തേടി നടക്കുകയാണ് എലീന. പെട്ടെന്നാണ് മറ്റൊരാൾ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നത്. അവന്റെ പേര് ലാറി എന്നാണ്. അവന് ജീവനുണ്ടെന്ന് കാണുമ്പോൾ എലീന അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഈ സമയം മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡയലാനും ടീമും. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ അവർ സർവീസ് എലിവേറ്റർ കാണുന്നു. അവൻ അത് തുറന്നു നോക്കി മുകളിൽ
മുകളിലേക്കും താഴേക്കൊക്കെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം ആ എലിവേറ്ററിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായത്തോടെ ഒരു വലിയ ടേബിൾ എടുത്ത് അവൻ ആ എലിവേറ്ററിന്റെ അകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം അവർ ഓരോരുത്തരായി ആ ടേബിളിലൂടെ മുകളിലത്തെ നിലയിലേക്ക് കടക്കാൻ തുടങ്ങി. ആദ്യം ആ ടേബിളിലൂടെ നടന്ന് ഡയലാനായിരുന്നു. അപ്പുറത്ത് എത്തുമെങ്കിലും മുകളിലത്തെ നിലയിലേക്ക് കയറണമെങ്കിൽ അയാൾക്ക് ഒരാളുടെ സഹായം കൂടെ വേണം. അതിനുവേണ്ടി ആദ്യം അങ്ങോട്ട് വന്ന നെൽസൺ ആണ്. അയാൾ പതുക്കെ ആ ടേബിളിലൂടെ ഡയലാന്റെ അടുത്ത് എത്തുന്നു. അതിനുശേഷം അയാളുടെ കയ്യിൽ ചവിട്ടി ഡയലാൻ വേഗം മുകളിലേക്ക് കയറുന്നു. അങ്ങനെ ഓരോരുത്തരെ ആ ടേബിളിലൂടെ ആ എലിവേറ്റർ ക്രോസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും നെൽസന്റെ ദേഹത്ത് ചവിട്ടിയിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അവസാനം വരാനുള്ളത് ഷെഫാണ്. അയാൾ ആദ്യം നെൽസനോട് മുകളിലേക്ക് കയറാൻ പറയുന്നു. അത് കേട്ട നെൽസൺ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും അവന്റെ നിർബന്ധപ്രകാരം അവന്റെ ദേഹത്ത് ചവിട്ടി അയാൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ എലിവേറ്റർ അവിടേക്ക് വന്ന് ഇടിക്കുന്നത്. അതിന്റെ ആ ശക്തിയിൽ അവിടെ വെച്ചിരിക്കുന്ന ആ ടേബിൾ താഴേക്ക് വീണു പോകുന്നു. ഷെഫ് ആണെങ്കിൽ ഇപ്പോൾ നെൽസന്റെ കാലിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാണ്. നെൽസൺ ഡയലാന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഡയലാൻ എത്ര ശ്രമിച്ചിട്ടും അവരെ രണ്ടുപേരെ ഒരുമിച്ച് കയറ്റാൻ പറ്റുന്നില്ല. ഷെഫ് ആണെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ എലിവേറ്ററിന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. അത് കാണുന്ന നെൽസനും മറ്റൊരു വഴിയുമില്ലായിരുന്നു. അയാൾ ആ ഷെഫിനെ ചവിട്ടി വീഴ്ത്താൻ തുടങ്ങി. കുറെ നേരം ചവിട്ടി കഴിയുമ്പോൾ ഷെഫ് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നു. അതോടൊപ്പം തന്നെ ഡയലാൻ നെൽസനെ വലിച്ചു കയറ്റുന്നു. നെൽസൺ അകത്തേക്ക് കയറി കഴിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ എലിവേറ്റർ അതിലൂടെ കടന്നു പോകുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിലാണെങ്കിലും താൻ കാരണം ആ ഷെഫ് മരിച്ചതിന് നെൽസന് ശരിക്കും വിഷമമുണ്ട്. ഇതേ സമയം തന്നെ എലീന ലാറിയം കൊണ്ട് ക്രിസിന്റെയും ജെന്നിഫറിന്റെയും അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ക്രിസിന്റെ ദേഹത്ത് വീണ് കിടക്കുന്ന ആ പില്ലർ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ആ പില്ലർ എടുത്ത് മാറ്റാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവന് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും അവന്റെ ജീവൻ രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിലാണ് ജെന്നിഫർ. ഈ സമയം ആവുമ്പോഴേക്കും ഡയലാനും കൂട്ടരും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. ജെന്നിഫർ നോക്കുമ്പോൾ റോബർട്ട് അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അച്ഛനെയും കൂടെ ജീവനോടെ കാണുമ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷമായി. അവൾ വേഗം ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ക്രിസിന്റെ കാലിൽ പറ്റിയിരിക്കുന്ന മുറിവ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്റെ മകളെ രക്ഷിച്ചതിന് റോബർട്ട് ക്രിസിനോട് നന്ദി പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്നോടല്ല സാർ നന്ദി പറയേണ്ടത്, ഞാനല്ല ഇവളെ രക്ഷിച്ചത്, ഇവളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, ക്രിസ് അയാളെ നോക്കിക്കൊണ്ട് പറയുന്നു. അത് കേട്ട് അത്ഭുതത്തോടെ തന്നെ മകളെ തന്നെ നോക്കിയിരിക്കുകയാണ് റോബർട്ട്. ഇതേ സമയം ആ കപ്പലിന്റെ അവസ്ഥയൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എലീന. ഈ സമയം നെൽസൺ അവളുടെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം അവളെ പരിചയപ്പെട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൾ അവളുടെ കഥ പറയുന്നു. അവളുടെ ബ്രദർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പക്ഷെ കടല് കടന്ന് അവനെ കാണാൻ പോവാൻ അവളുടെ കയ്യിൽ കാശൊന്നുമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ക്ലബിൽ വെച്ച് ആ ഷെഫിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് അയാൾ അവളെ സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവൾ ഈ കപ്പലിൽ എത്തിപ്പെട്ടത്. ഈ കഥയൊക്കെയാണ് അവൾ നെൽസനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡയലാൻ ഇപ്പോൾ ഒരു ഡോറിന്റെ മുന്നിൽ നിൽക്കാണ്. ഈ സമയം കോണർ അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ ഡോറിന്റെ അപ്പുറത്താണ് മുകളിലേക്കുള്ള വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന കോണർ പെട്ടെന്ന് ആ വാതിൽ പിടിക്കാൻ തുടങ്ങി. അത് കാണുന്ന ഡയലാൻ അത് തടയുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കാണിക്കുന്നു. ആ ഡോറിന്റെ പിടി മുഴുവൻ ചൂടായിട്ടിരിക്കുകയാണ്. അത് കണ്ട് പേടിയോടെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കോണർ. ഈ സമയം ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നു. അവരെ കാണുമ്പോൾ ഡയലാൻ ആ ഡോറ് തുറക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഡയലാനും റോബർട്ടും ചേർന്ന് ആ ഡോറ് തുറക്കുന്നു. അതിനുശേഷം അവരെല്ലാവരും വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നതിന് ശേഷം അവരിപ്പോൾ ഒരിടത്തെത്തി നിൽക്കുകയാണ്. അവരിപ്പോൾ ഏകദേശം കപ്പലിന്റെ നടുഭാഗത്താണ് നിൽക്കുന്നത്. താഴെ ഭാഗം മൊത്തമായിട്ടും തകർന്നിരിക്കുകയാണ്. അവിടെ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. അവർക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്ന ഭാഗം ക്രോസ് ചെയ്യണം. അതിന് ക്രോസ് ആയിട്ട് ലിഫ്റ്റിന്റെ ഒരു ഭാഗം പൊട്ടി വീണിട്ടുണ്ട്. അതിലൂടെ നടന്നിട്ട് വേണം അവർക്ക് അപ്പുറത്തേക്ക് ചെല്ലാൻ. പക്ഷെ ആ ഭാഗം അവരെ താങ്ങുമോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അവരതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ക്രിസ് വേഗം ആ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി. അവൻ അങ്ങോട്ട് പോയത് ജെന്നിഫർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ആ സാഹസം കണ്ട് അവൾ ശരിക്കും പേടിച്ചു പോകുന്നു. ഈ സമയം ക്രിസ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും ഇത് താങ്ങിക്കോളും, അവൻ വിളിച്ചു പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഓരോരുത്തരെ ആ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുപേർ അപ്പുറത്തേക്ക് എത്തി. ഇനി അടുത്തതായിട്ട് പോകേണ്ടത് ജെന്നിഫറിനാണ്. പക്ഷെ അതിനിടയിൽ ലാറി അവിടെ കുഴപ്പമുണ്ടാക്കുന്നു. ഈ ലാറി എന്ന് പറയുന്നത് കുറച്ച് മോശം സ്വഭാവക്കാരനാണ്. എവിടെ എന്തൊക്കെ പറയണം എന്ന അയാൾക്ക് ഒരു ധാരണയുമില്ല. മാത്രമല്ല ഇപ്പോൾ അയാൾ ശരിക്കും മദ്യപിച്ചിട്ടുമുണ്ട്. അയാൾ പറയുന്നത് എനിക്ക് ആദ്യം അപ്പുറത്തേക്ക് കടക്കണമെന്നാണ്. കൂടാതെ അവിടെ നിൽക്കുന്ന റോബർട്ടിനെ കുറിച്ചും അയാൾ ഓരോന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന റോബർട്ട് അയാളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അത് കാണുന്ന ജെന്നിഫർ അയാളെ തടയുന്നു. ലാറിയുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഡയലാന് ശരിക്കും ചിരിയാണ് വരുന്നത്. അവൻ ചിരിക്കുന്നത് കാണുമ്പോൾ റോബർട്ടിനും ചിരി വരുന്നു. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ലാറി ആ പാലത്തിലൂടെ ക്രോസ് ചെയ്യാൻ തുടങ്ങി. അവരെയും തെറി പറഞ്ഞുകൊണ്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു വലിയ മെഷീന്റെ ഭാഗം മുകളിലത്തെ ആ നിലയും പൊളിച്ചുകൊണ്ട് നേരെ താഴേക്ക് വീഴുന്നു. അത് നേരെ ലാറിയുടെ മുകളിലേക്കാണ് വീഴുന്നത്. ആ ഭാഗം അവനെയും കൊണ്ട് നേരെ താഴേക്ക് വീഴുന്നു. അതിൽപ്പെട്ട് അവൻ മരിച്ചു പോകുന്നു. മുകളിലത്തെ ആ നില പൊളിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്യൂവലും താഴേക്ക് വീഴാൻ തുടങ്ങി. ആ ഫ്യൂവൽ നേരെ താഴെയുള്ള തീയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി അവിടെ നടക്കുന്നു. അത് കാണുന്ന റോബർട്ടും ഡയലാനും ജെന്നിഫറും പെട്ടെന്ന് പുറകിലേക്ക് മാറുന്നു. അങ്ങനെ അവർ രണ്ട് ടീമായി രണ്ട് ഭാഗങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അവർക്കിനി അപ്പുറത്തേക്ക് കടക്കാൻ ആ പാലമില്ല, അതിപ്പോൾ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അവർ. റോബർട്ട് പറയുന്നത് നമുക്ക് താഴേക്ക് തന്നെ പോയി മറ്റൊരു വഴി കണ്ടെത്താമെന്നാണ്. പക്ഷെ ഡയലാൻ അതിന് സമ്മതിക്കുന്നില്ല. ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതല്ലേ, നമുക്ക് ഇതിലൂടെ തന്നെ ക്രോസ് ചെയ്യാം എന്നൊക്കെ അയാൾ പറയുന്നു. പക്ഷെ റോബർട്ട് അതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ ഇതിലെ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരിച്ചു പോകും എന്നൊക്കെ
എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ ഡയലാൻ അതൊന്നും ശ്രദ്ധിക്കാതെ അതിലെ തന്നെ ക്രോസ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ക്രിസ് അപ്പുറത്തുള്ളത് കൊണ്ട് ജെന്നിഫറും അതുവഴി തന്നെ പോയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും റോബർട്ട് അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം അവൾ ഒരു റിംഗ് അയാളെ കാണിക്കുന്നു. ക്രിസ് അവൾക്ക് കൊടുത്ത റിംഗ് ആയിരുന്നു അത് കണ്ടിട്ടും അയാൾ പോകാൻ സമ്മതിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ഡയലാൻ ഒരു വഴി കണ്ടെത്തുന്നു. അയാൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫയർ റെസ്ക്യൂ പൈപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നു. അതിനുശേഷം ആ പൈപ്പുമായി നേരെ താഴെയുള്ള തീയിലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ അയാൾ താഴെയുള്ള വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി. അവിടെ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ വേഗം അയാൾ മുന്നോട്ട് തന്നെ നീന്തുന്നു. അങ്ങനെ കുറച്ച് നീന്തിയതിനു ശേഷം അയാൾ വേഗം അപ്പുറത്തേക്ക് കടക്കുന്നു. അയാളുടെ ആ സാഹസമെല്ലാം കണ്ട് റോബർട്ടും ജെന്നിഫറും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അയാൾ അപ്പുറത്തേക്ക് എത്തിയത് കണ്ട് വളരെ സന്തോഷമായി. അങ്ങനെ ഡയലാൻ വേഗം മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. അതിനുശേഷം ആ പൈപ്പ് എടുത്ത് അവിടെ കെട്ടിവെക്കുന്നു. അങ്ങനെ ആ പൈപ്പ് അവിടെ സ്ട്രോങ് ആയിട്ട് കെട്ടിയതിനു ശേഷം ഡയലാൻ വേഗം റോബർട്ടിനോടും ജെന്നിഫറിനോടും അങ്ങോട്ട് വരാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ റോബർട്ടും ജെന്നിഫറും ആ പൈപ്പിൽ തൊങ്ങി നേരെ അപ്പുറത്തേക്ക് എത്തുന്നു. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അധികം സമയം കളയാതെ തന്നെ അവർ അടുത്ത വഴി അന്വേഷിച്ച് മുന്നോട്ട് നടക്കുന്നു. പെട്ടെന്നാണ് മറ്റൊരു പൊട്ടിത്തെറി അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പലിനകത്തേക്ക് വീണ്ടും വെള്ളം കയറാൻ തുടങ്ങി. അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ക്യാപ്റ്റൻ. അയാളുടെ വാക്കും കേട്ടിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ നിന്നത്. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ മുങ്ങി മരിക്കാൻ പോവാണ്. ഈ സമയം കപ്പൽ ചെറുതായിട്ട് താഴുന്നുണ്ട്. അങ്ങനെ ആ ഹാളിലെ ചില്ലുകളെല്ലാം തകർത്ത് വെള്ളം ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് എങ്ങോട്ടൊന്നില്ലാതെ ഓടാൻ മാത്രമേ അവിടുത്തെ ആളുകൾക്കാവുന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ആ വെള്ളം മുഴുവനായിട്ട് അവരെ വിഴുങ്ങി കഴിഞ്ഞിരുന്നു. ഈ സമയം തന്നെ അവരുടെ അലർച്ചയെല്ലാം കേട്ടുകൊണ്ട് മുകളിൽ തന്നെ നിൽക്കുകയാണ് എല്ലാവരും. ഒരുപക്ഷെ തങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ തങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്തായനെ എന്നായിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു സമയം അതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം അവർ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. വെള്ളമാണെങ്കിൽ മുകളിലേക്ക് തന്നെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ ഡയലാൻ ഒരു വാതിൽ കാണുന്നു. അത് കണ്ട ഉടനെ തന്നെ അയാൾ അത് തുറക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ അത് കുറച്ച് തുറക്കുമ്പോഴേക്കും വെള്ളം അതിലൂടെ ചീറ്റി വരാൻ തുടങ്ങി. അത് കാണുന്ന അയാൾ വേഗം അത് ക്ലോസ് ചെയ്യുന്നു. ഈ സമയം അവരുടെ പുറകിലൂടെ വെള്ളം വരുന്നുണ്ട് എന്ന് ക്രിസ് വിളിച്ചു പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ റയാൻ എവിടുന്നാണ് വെള്ളം വരുന്നത് എന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിപ്പോകുന്നു. അയാൾ നോക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വഴി കണ്ടെത്തണം എന്ന് ഡയലാൻ വിളിച്ചു പറയുന്നു. ഈ സമയം റോബർട്ട് അവിടേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാൾ നോക്കുമ്പോൾ അവിടെ ഒരു ഡക്റ്റ് കാണുന്നുണ്ട്. അതിലൂടെ പോകാൻ മാത്രമേ ഇപ്പോൾ അവർക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം റോബർട്ട് അതിന്റെ അകത്തേക്ക് കയറുന്നു. അയാളെ പിന്തുടർന്നുകൊണ്ട് ബാക്കിയുള്ളവരും അകത്തേക്ക് കയറുന്നു. ഈ സമയത്താണ് എലീൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അവൾക്ക് അതിനകത്തൂടെ വരാൻ പറ്റത്തില്ല, അവൾക്ക് പേടിയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഡയലാൻ ആവുന്ന വിധത്തിൽ അവളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് കേൾക്കുന്ന ഡയലാന് ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ബലമായിട്ട് അവളെ പിടിച്ച ആ ഡക്റ്റിന്റെ അകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറെ മുന്നോട്ട് പോയി ആ ഡക്റ്റിന്റെ അവസാനം എത്തുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ആ ഡക്റ്റ് ക്ലോസ് ആണ്. റോബർട്ട് അത് ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അയാളുടെ കൈയാണെങ്കിൽ ആ വാതിലിന്റെ ഇടയിലൂടെ പുറത്തേക്ക് ഇടാനും സാധിക്കുന്നില്ല. ഈ സമയത്താണ് അയാൾക്കൊരു ഐഡിയ തോന്നുന്നത്. അയാൾ വേഗം കോണറിനെ അങ്ങോട്ട് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് അവനെ റോബർട്ടിന്റെ അടുത്തേക്ക് കൊടുക്കുന്നു. അവന്റെ കൈ ചെറുതായതുകൊണ്ട് തന്നെ ആ വാതിലിന്റെ ഇടയിലൂടെ അവന്റെ കൈ പുറത്തേക്ക് കടക്കും. അങ്ങനെ അവൻ കൈയിട്ട് അതിന്റെ സ്ക്രൂ ഇളക്കാൻ തുടങ്ങി. പക്ഷെ അത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഇളക്കാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും വെള്ളമൊക്കെ അങ്ങോട്ട് ഇരച്ച് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് റോബർട്ട് എല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് അയാൾക്കത് തുറക്കണമെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോയിനോ വേണം. അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന മാഗി വേഗം അവളുടെ കഴുത്തിലുള്ള കുരിശൂരി കൊടുക്കുന്നു. അങ്ങനെ അത് വെച്ച് കോണർ ആ സ്ക്രൂ അഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വെള്ളം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. ഡയലാൻ ആണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കോണർ ആ കുരിശു വെച്ച സ്ക്രൂ അഴിക്കുന്നു. അതിനുശേഷം വേഗം എല്ലാവരും ആ വാതിലൂടെ പുറത്തേക്ക് കടക്കുന്നു. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തെത്തി. അവർ നോക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മുകളിൽ ഒരു ഡോർ ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് അത് തുറക്കുന്നു. ഡയലാൻ നോക്കുമ്പോൾ അവർക്കിനി 2 ഫ്ലോറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ വാതിലൂടെ മുകളിലേക്ക് കയറുന്നു. അപ്പോഴേക്കും വെള്ളം ആ ഭാഗത്തേക്ക് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ടാങ്കിലാണ്. ആ ഷിപ്പിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടി വെള്ളം നിറയ്ക്കുന്ന ഒരു ടാങ്കാണത്. ആ ടാങ്കിന്റെ മുകളിലായി മറ്റൊരു വാൽവുണ്ട്. അവർക്കിനി പുറത്തേക്ക് കിടക്കണമെങ്കിൽ ആ വാതിൽ തുറക്കണം. ഈ കാര്യങ്ങളൊക്കെ ഡയലാൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ സമയം റോബർട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് എളുപ്പം തുറക്കാൻ പറ്റുന്ന ഒരു വാതിലല്ല അത്. അത് തുറക്കണമെങ്കിൽ ഒരുപാട് പ്രഷർ വേണം. അതിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ടാങ്ക് മുഴുവൻ വെള്ളം നിറയ്ക്കണം. ആ വെള്ളത്തിന്റെ പ്രഷർ വെച്ചിട്ട് നമുക്കത് തുറക്കാൻ സാധിക്കത്തുള്ളൂ അയാൾ പറയുന്നു. അതൊക്കെ കേൾക്കുന്ന ബാക്കി എല്ലാവരും പേടിക്കുന്നു. പക്ഷെ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഡയലാൻ പറയുന്നത്. അങ്ങനെ ഡയലാൻ വേഗം ചെന്ന് മുകളിലത്തെ വാൽവ് തിരിച്ച് ആ ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ടാങ്കിൽ മുഴുവനായിട്ട് വെള്ളം നിറയുന്നു. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അവരെല്ലാവരും ഇപ്പോൾ മുങ്ങി നിൽക്കുകയാണ്. അതിനിടയിൽ ഡയലാൻ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അയാൾ ആ വാതിൽ തുറക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾ ആ വാതിലൂടെ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ ഓരോരുത്തരായി ആ വെള്ളത്തിലൂടെ അപ്പുറത്തേക്ക് തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും തന്നെ സേഫ് ആയിട്ട് പുറത്തേക്ക് എത്തി. വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിന്നുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും തളർന്നിട്ടുണ്ട്. എങ്കിലും മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവരവരുടെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡയലാൻ വെള്ളത്തിന്റെ അടിയിലൂടെ പുറത്തേക്കുള്ള മറ്റു വഴികളൊക്കെ നോക്കാൻ തുടങ്ങി. കുറച്ചു സമയം അവിടെ പരിശോധിച്ചതിന് ശേഷം അയാൾ വേഗം എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം താഴെ കൂടെ ഒരു വഴിയുണ്ട് എന്ന കാര്യം എല്ലാവരോടും പറയുന്നു. അങ്ങനെ ഡയലാൻ പറഞ്ഞത് പ്രകാരം അവരെല്ലാവരും ആ വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി. വെള്ളത്തിന്റെ അടിയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്.
നിൽക്കുന്നത്. അങ്ങനെ കുറെ മുന്നോട്ട് പോയതിനു ശേഷം ആദ്യം ചെന്നവരെല്ലാം വേഗം അപ്പുറത്തേക്ക് കയറുന്നു. ഈ സമയം ഏറ്റവും പുറകിലാണ് നെൽസനും എലീനയും വന്നുകൊണ്ടിരിക്കുന്നത്. നെൽസനാണ് മുന്നേ നീന്തുന്നത്. പെട്ടെന്ന് എലീന അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു വയറിൽ കുടുങ്ങി പോകുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് ഊരി വരാൻ സാധിക്കുന്നില്ല. ഈ സമയം നെൽസൺ തിരിഞ്ഞു നോക്കുമ്പോൾ എലീനയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ചു നീന്താൻ തുടങ്ങി. എലീനയാണെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെട്ട് ആ വയറ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെപ്രാളത്തിൽ അവളുടെ തല അവിടെ ഇടിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ അവിടെ മുഴുവനായിട്ടും ചോര പടരാൻ തുടങ്ങി. അപ്പോഴേക്കും നെൽസൺ അങ്ങോട്ട് വന്ന് അവളെ പിടിക്കുന്നു. അതിനുശേഷം അയാൾ മുന്നോട്ട് നീന്തുന്നു. ഈ സമയം നെൽസനെയും എലീനയും കാണാത്തതുകൊണ്ട് റോബർട്ടും ഡയലാനും വീണ്ടും വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവർ നോക്കുമ്പോൾ നെൽസൺ എലീനയും കൊണ്ട് വരുന്നതാണ് കാണുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് എലീനയെ പുറത്തേക്ക് എടുക്കുന്നു. അവർ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോബർട്ട് അവൾക്ക് CPR കൊടുക്കാൻ തുടങ്ങി. പക്ഷെ എത്ര CPR കൊടുത്തിട്ടും കാര്യമില്ലായിരുന്നു. അവൾ മരിച്ചു പോയി കഴിഞ്ഞിരുന്നു. അത് കണ്ട് സങ്കടപ്പെടാൻ മാത്രമേ അവർക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ. ഈ സമയമായപ്പോഴേക്കും വീണ്ടും വീണ്ടും കപ്പലിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു. കപ്പലാണെങ്കിൽ അടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയലാനും കൂട്ടരും ഇപ്പോൾ മറ്റൊരിടത്താണ് എത്തി നിൽക്കുന്നത്. അവർ നോക്കുമ്പോൾ അവിടെ മുഴുവൻ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. റോബർട്ട് വേഗം ചെന്ന് ആ സാധനങ്ങളൊക്കെ ഓരോന്നും മാറ്റാൻ തുടങ്ങി. എല്ലാവരും അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് എന്തോ തട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നത്. അയാൾ അത് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ അത് റെസ്ക്യൂ ടീമാണ് എന്ന് പറഞ്ഞ് ഉറക്കെ അവരെ വിളിക്കാൻ തുടങ്ങി. അതിനിടയിൽ റോബർട്ട് ആ സാധനങ്ങളെല്ലാം മാറ്റി നോക്കുന്നു. പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. അതൊരു ഫോണിന്റെ റിസീവർ ആയിരുന്നു. അത് തൂങ്ങിക്കിടന്ന് ഒരിടത്ത് കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൗണ്ടാണ് അവർ കേട്ടത്. അത് കാണുമ്പോൾ ഇവിടെ ഒരു റെസ്ക്യൂ ടീമും ഇല്ല എന്ന് റോബർട്ട് നിരാശയോടെ പറയുന്നു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ കോറിഡോറിലാണ്. കപ്പലിൽ ആദ്യം വെള്ളം കയറിയപ്പോൾ തീ പിടിച്ച സ്ഥലമാണത്. അവിടെയുള്ള ആളുകളെല്ലാം വെന്തു മരിച്ചിരിക്കുകയാണ്. അവർക്കിടയിലൂടെയാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ കപ്പലിന്റെ ഒരു റൂട്ട് മാപ്പ് ഡയലാൻ കാണുന്നു. അയാൾ അത് വിശദമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ആ റൂട്ട് മാപ്പ് പ്രകാരം അവർക്ക് ഇനി അധിക ദൂരം ഒന്നും സഞ്ചരിക്കാനില്ല. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അവർ വേഗം ആ റൂട്ട് മാപ്പ് പ്രകാരമുള്ള വഴിയിലൂടെ ഓടുന്നു. പക്ഷെ അവരുടെ ആ സന്തോഷം അധിക സമയത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് പോകേണ്ട വഴി മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകെ നിരാശയിൽ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം മാഗി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയും നമ്മൾ നീന്തണോ? അവൾ ചോദിക്കുന്നു. ഇത് നമുക്ക് നീന്താൻ പറ്റില്ല മാഗി, അത്രയ്ക്കും ദൂരെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. അയാൾ വളരെ നിരാശയോടെ പറയുന്നു. എങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. എല്ലാവരും വാ എന്ന് പറഞ്ഞ് റോബർട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. അവർ പോയി കഴിഞ്ഞിട്ടും ഡയലാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അയാളുടെ കണക്കൂട്ടലുകൾ ആദ്യമായിട്ട് പിഴച്ച സമയമാണത്. അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടെയൊക്കെ വീണ്ടും തിരയാൻ തുടങ്ങി. പക്ഷെ എത്ര തെരഞ്ഞിട്ടും അവർക്ക് പുതിയൊരു വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ സമയമായപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. കപ്പലിന്റെ പല ഭാഗങ്ങളും മുഴുവനായിട്ടും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാഗി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കോണറിനെ കാണുന്നില്ല. അവൾ അവനെയും തെരഞ്ഞുകൊണ്ട് അവിടേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശക്തിയായ വെള്ളം അങ്ങോട്ട് ഇരച്ചു വരുന്നു. അതിൽപ്പെട്ട് മാഗി അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ആ വെള്ളം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പോകുന്നു. റോബർട്ട് നോക്കുമ്പോൾ അവർക്ക് പോകേണ്ട ആ ഭാഗത്തെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. അയാൾ വേഗം എല്ലാവരെയും വിളിച്ച് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. പക്ഷെ ഡയലൻ വരാത്തത് കാണുമ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ഈ സമയം ഡയലൻ സംസാരിക്കാൻ തുടങ്ങി. മാഗിയെയും കോണറിനെയും കാണുന്നില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വരാം, ഡയലൻ പറയുന്നു. അത് കേൾക്കുന്ന റോബർട്ട് ഒന്നും പറയുന്നില്ല. കാരണം ഈ ഒരു അവസ്ഥ അയാൾ വിളിച്ചാലും ഡയലാൻ അയാളുടെ കൂടെ വരില്ല എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അയാൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം ഡയലാൻ മാഗിയും കോണറേയും തെരഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ മാഗി അവിടെ കിടക്കുന്ന അയാൾ കാണുന്നു. അയാൾ വേഗം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കോണറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. അത് കാണുമ്പോൾ നീ പേടിക്കാതെ, നമുക്ക് അവനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡയലാൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം മുന്നോട്ട് തന്നെ നടക്കുകയാണ് റോബർട്ടും ടീമും. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ റോബർട്ട് സംസാരിക്കാൻ തുടങ്ങി. നമുക്കിനി പോകേണ്ടത് ആ പ്രൊപ്പല്ലർ ട്യൂബിന്റെ അടുത്തേക്കാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും വേഗം ആ പ്രൊപ്പല്ലർ ട്യൂബിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവരെല്ലാവരും മുകളിൽ എത്തുമ്പോഴേക്കും നെൽസൺ വേഗം ചെന്ന് ആ ട്യൂബിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് റോബർട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ആ പ്രൊപ്പല്ലർ കറങ്ങുന്നതാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. അത് ഇതുവരെ ഓഫ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ അയാൾ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും നെൽസൺ ആ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. ആ പ്രൊപ്പല്ലറിന്റെ ശക്തമായ ഫോഴ്സിൽ പെട്ട് നെൽസൺ തെറിച്ച് താഴേക്ക് വീഴുന്നു. അത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ആ പ്രൊപ്പല്ലർ ആണെങ്കിൽ ഇപ്പോഴും ശക്തിയായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഡയലാനും മാഗിയും. കോണറിനെയും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവർ. പെട്ടെന്നാണ് കോണറിന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ അവർ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെല്ലുന്നു. റോബർട്ട് ഇപ്പോൾ ആ പ്രൊപ്പല്ലറിന്റെ പാർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയതിനു ശേഷം അയാൾ വേഗം ക്രിസിനെ അയാളുടെ അടുത്തേക്ക് വിളിക്കുന്നു. അതിനുശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊപ്പല്ലറിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് താഴെ ഭാഗത്താണുള്ളത്. ഒരു 150 ഫീറ്റ് വെള്ളത്തിന്റെ അടിയിലൂടെ പോയിട്ട് ആ പ്രൊപ്പല്ലറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നാണ് അയാൾ അവനോട് പറയുന്നത്. പക്ഷെ അവൻ പറയുന്നത് അത് അപകടമാണ്, അങ്ങോട്ട് പോകണ്ട എന്നാണ്. പക്ഷെ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അവനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ജെന്നിഫറും ഉണ്ട്. അവൾ അവരെ രണ്ടുപേരെയും പോകാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ റോബർട്ട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് അത് ഓഫ് ചെയ്തിട്ട് വരാമെന്നാണ്. ഈ സമയം ക്രിസ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വെച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്, നിങ്ങളെക്കാളും നല്ലത് ഞാൻ പോകുന്നതാണ്, അതുകൊണ്ട് ഈ കാര്യം എനിക്ക് വിട്ടേക്ക് അവൻ പറയുന്നു. അത് കേൾക്കുന്ന റോബർട്ട് അതിന് സമ്മതിക്കുന്നു. പക്ഷെ
ക്രിസ് പോവാന്ന് പറയുമ്പോൾ ജെന്നിഫറിന് അതിന് സമ്മതമല്ലായിരുന്നു. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അത് കാണുന്ന ക്രിസ് ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ആ കരച്ചിൽ നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് ക്രിസ് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും റോബർട്ട് വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞിരുന്നു. ജെന്നിഫറിന്റെ ആ കരച്ചിൽ അയാൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം തന്റെ മകളുടെ സന്തോഷത്തിന് വിട്ടിട്ടാണ് അയാൾ ആ സാഹസം ചെയ്തിരിക്കുന്നത്. അച്ഛൻ പോയതറിഞ്ഞ് അവൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോബർട്ട് വെള്ളത്തിലൂടെ മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ സ്വിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ എത്തുന്നു. പക്ഷെ അവിടെയുള്ള ആ സ്വിച്ചൊക്കെ കേടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് സ്വിച്ചാണ് ഞെക്കേണ്ടത് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അയാൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശ്വാസം പൂർണ്ണമായിട്ടും പോകുന്നതിന് മുമ്പേ അയാൾ ഒരു സ്വിച്ചിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ അയാൾ ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു. ഇതേ സമയം തന്നെ കോണറിന്റെ ആ ശബ്ദം കേട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് മാഗിയും ഡൈലാനും. പക്ഷെ അവനെ കാണുമ്പോൾ തന്നെ അവരുടെ ആ സന്തോഷമെല്ലാം പോകുന്നു. കാരണം അവനിപ്പോൾ നിൽക്കുന്നത് ഒരു ഡോറിന്റെ അപ്പുറത്താണ്. വെള്ളമാണെങ്കിൽ അവിടെ മുഴുവൻ പൊങ്ങിയിട്ടുണ്ട്. അതിനിടയിലൂടെയൊന്നും അവനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആകെ വിഷമത്തിലാണ് മാഗി. ഈ സമയം ഡൈലാൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി അവനെ രക്ഷിക്കാനുള്ള പണിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും നോക്കിയിട്ടും അവനെ പുറത്തിറക്കാനുള്ള വഴി കാണുന്നില്ല. മാഗി ആണെങ്കിൽ ശരിക്കും കരയുന്നുമുണ്ട്. ഈ സമയം ഡൈലാൻ വീണ്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു. സമയം കുറച്ച് കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ല. മാഗി ആണെങ്കിൽ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡൈലാൻ പൊങ്ങി വരുന്നത്. അവൾ നോക്കുമ്പോൾ ഡൈലാന്റെ കയ്യിൽ കോണറുണ്ട്. അയാളാണെങ്കിൽ അവനെ കിട്ടിയ സന്തോഷത്തിൽ ഉറക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന മാഗിക്ക് സന്തോഷമായി. അവൾ വേഗം നീന്തി ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു. ഈ സമയം റോബർട്ടിനെയും കാത്തിരിക്കുകയാണ് ജെന്നിഫർ. പക്ഷെ സമയം കുറേയായിട്ടും അയാളെ കാണുന്നില്ല. പെട്ടെന്നാണ് ആ പ്രൊപ്പല്ലറിന്റെ ശബ്ദം കുറയുന്നവർ കേൾക്കുന്നത്. അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ഡയലാനും മാഗി അവരുടെ അടുത്തേക്ക് എത്തുന്നു. അവരെ കാണുമ്പോൾ ക്രിസ് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന ഡയലാന് ശരിക്കും വിഷമമാവുന്നുണ്ട്. എങ്കിലും അവൻ അത് പുറത്ത് കാണിക്കുന്നില്ല. അവൻ വേഗം ആ പ്രൊപ്പല്ലറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ നോക്കുമ്പോൾ ആ പ്രൊപ്പല്ലർ ഇപ്പോഴും കറങ്ങുന്നുണ്ട്. എന്താണ് ഇത് ഇപ്പോഴും കറങ്ങുന്നത്? അയാൾ വിളിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് ക്രിസിന് ഒരു കാര്യം മനസ്സിലായത്. എന്തോ കാരണത്താൽ റോബർട്ട് ആ പ്രൊപ്പല്ലർ ഓഫ് ചെയ്യല്ല ചെയ്തത്, മറിച്ച് ആ പ്രൊപ്പല്ലറിന്റെ കറക്കം റിവേഴ്സ് ആക്കുകയാണ് അയാൾ ചെയ്തത്. അവൻ ആ കാര്യം ഡയലാനോട് വിളിച്ചു പറയുന്നു. അത് കേൾക്കുന്ന ഡയലൻ സംസാരിക്കാൻ തുടങ്ങി. അയാൾ ഒരു ജീനിയസ് ആണ്. ഇനി നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞ് ആ പ്രൊപ്പല്ലർ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. നീ ഒരു കാര്യം ചെയ്യ്, താഴെ കിടക്കുന്ന ആ സിലിണ്ടർ എടുക്ക്, അയാൾ വിളിച്ചു പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ക്രിസ് കഷ്ടപ്പെട്ട് ആ സിലിണ്ടർ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ എല്ലാവരോടും അവിടെ നിന്ന് മാറാൻ പറഞ്ഞ് ഡയലാൻ വേഗം ആ സിലിണ്ടർ എടുത്ത് ആ വാതിലൂടെ എറിയുന്നു. പക്ഷെ ആ പ്രൊപ്പല്ലറിന്റെ കറക്കം വളരെ ശക്തമായതുകൊണ്ട് ആ സിലിണ്ടർ ഇപ്പോൾ ആ വാതിലിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് കാണുന്ന ഡയലാൻ വേഗം വാതിലേക്ക് കയറുന്നു. അങ്ങനെ വളരെ പരിശ്രമിച്ച് ആ സിലിണ്ടർ അതിനകത്തൂടെ തള്ളിവിടുന്നു. അത് നേരെ ആ പ്രൊപ്പല്ലറിലേക്കാണ് ചെന്ന് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി അവിടെ നടക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ആ തീയെല്ലാം പോകുമ്പോൾ ഡയലാൻ വേഗം അവിടെ ചെന്ന് നോക്കുന്നു. അവരിപ്പോൾ ആ കപ്പലിന്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിലായി കടമ്പകളൊന്നുമില്ല. കടല് മാത്രമാണ് അവർക്ക് മുന്നിലായിട്ടുള്ളത്. അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ വേഗം ചെന്ന് അവരെ വിളിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. അവരെല്ലാവരും ഇപ്പോൾ സ്റ്റോപ്പായ ആ പ്രൊപ്പല്ലറിന്റെ മുകളിലായിട്ട് നിൽക്കുകയാണ്. അവരുടെ തൊട്ടടുത്തുള്ള മറ്റ് 2 പ്രൊപ്പല്ലറുകളും ഇപ്പോഴും കറങ്ങുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അവർക്ക് മുന്നിലായി റെസ്ക്യൂ ടീം ഒന്നുമില്ല. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നല്ലാതെ മറ്റൊരു വഴി അവരുടെ മുന്നിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അതിനുശേഷം മുന്നോട്ട് നീന്താൻ തുടങ്ങി. കുറെ നീന്തി കഴിയുമ്പോൾ അവർ ഒരു ലൈഫ് ബോട്ട് കാണുന്നു. എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുള്ള ഒരു ബോട്ടായിരുന്നു അത്. അവർ വേഗം അതിനകത്തേക്ക് വലിഞ്ഞു കയറുന്നു. അങ്ങനെ എല്ലാവരും അതിലേക്ക് കയറി കഴിയുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ കപ്പൽ മറയാൻ തുടങ്ങി. അത് അവരുടെ നേർക്കാണ് മറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ശക്തിയായിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ തുഴഞ്ഞ് കുറെ മുന്നിലെത്തുന്നു. അപ്പോഴേക്ക് ആ കപ്പൽ വീണ്ടും മറയുന്നു. അതിൽ നിന്നുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് അവരുടെ ആ ബോട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കപ്പൽ മുങ്ങാൻ തുടങ്ങി. വളരെ പേടിയോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവർ നോക്കി നിൽക്കെ പൂർണ്ണമായിട്ട് ആ കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ആ കപ്പൽ മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഡൈലാൻ വേഗം ഒരു ഫ്ലെയർ എടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് തന്നെ നോക്കി കിടക്കുകയാണ് എല്ലാവരും. കുറച്ചു സമയം കഴിയുമ്പോൾ 2 ഹെലികോപ്റ്ററുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കാണുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ ആ ഹെലികോപ്റ്റർ അവരെ കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് അപ്പുറത്തായി അവർക്ക് പോകാനുള്ള റെസ്ക്യൂ കപ്പലും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2006 റിലീസ് ചെയ്ത പൊസൈഡൻ എന്ന സിനിമയുടെ കഥ. എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.